ട്രാൻസ്ഫേഴ്സ് എല്ലാം നടന്നിട്ടും അവർ രണ്ടുപേരും വലിയിട്ട് ബാധിച്ചില്ല. അതേസമയം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇഞ്ചുറി 2 ട്രാൻസ്ഫറുകൾ നടന്നാൽ ക്ലബിന് മൊത്തത്തിൽ ഷെയ്ക്കായി ബാധിക്കുക. നമുക്കറിയാം നമ്മുടെ ഇവാനെ സൈൻ ചെയ്തപ്പം നമ്മുടെ SD പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തേക്ക് ഇവാൻ ടീമിൽ കാണും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ എയിം വെച്ചായിരുന്നു സൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ 3 വർഷം സക്സസ് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു പരിധി വരെ കപ്പില്ല ഷീൽഡില്ല, അതൊരു പോയിൻ്റാണ്. ബട്ട് നമുക്കറിയാം നമ്മൾ 10 വർഷം വെയിറ്റ് ചെയ്തിട്ടും കണ്ടേ വെച്ച് മെച്ചപ്പെട്ട ഒരു 3 സീസണാണ് നമ്മുടെ ഇവാൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇനി പിന്നെ SD പറയുന്നു ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇനിയും ഒരു പോസിറ്റീവ് വശം കൊണ്ടുവരണമെങ്കിൽ പുതിയ കോച്ച് വരണം എന്ന രീതിയിലാണല്ലോ നമ്മുടെ ഇവാനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നമ്മുടെ ഇവാനെ പറഞ്ഞു വിട്ട് പുതിയൊരു കോച്ച് വന്നാൽ പെട്ടെന്ന് ഈ സക്സസ് തിരിച്ചു കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഒരു സഡനായിട്ടൊരു ചേഞ്ച് വരുമെന്ന് തോന്നുന്നുണ്ടോ? വിനായക് പറഞ്ഞപ്പോൾ ചോദ്യത്തിൽ 2 കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡും അതുപോലെ തന്നെ SD സൈഡും. ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാല സീസണിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാണ് ഓരോ സീസണിലും ഓരോ കോച്ചിനെ കൊണ്ടുവരിക, എന്നിട്ട് പരീക്ഷിച്ച് നോക്കുക, വീണ്ടും മാറ്റുക, ആ ഒരു ശൈലിയാണ്. SD ആണെങ്കിൽ നമ്മൾ ഈ സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ പകുതിയായ സമയത്ത് തന്നെ SD മുൻകാല ക്ലബ്ബുകളിൽ SD ആയി നിന്ന സമയത്തുള്ള ഒരു ശൈലിയുണ്ട്. ആ ശൈലിയെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതായത് ശൈലി എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഒരു കോച്ചിന് SD കരോലിസിൻ്റെ രീതിയാണ് പറയണത്. അവരൊരു 3 സീസൺ നോക്കും. ആ ഒരു 3 സീസണിൽ കപ്പ് അല്ലെങ്കിൽ ഷീൽഡ് എന്ന നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്റ്റൻഷൻ എന്നുള്ളൊരു ഇത്, അതിപ്പം കഴിഞ്ഞ 3 സീസണിലും റണ്ണറപ്പ് ആയാൽ പോലും കപ്പ് പ്രാധാന്യമാണ്. എന്നാൽ മാത്രമേ ഒരു 4ാമത്തെ സീസണിലേക്കുള്ളൊരു സാധ്യത അവിടെ SD നിലവിലുണ്ടെങ്കിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റും അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും ഇമോഷണലി ആരാധകരുടെ ഒരു കണക്റ്റായിട്ടുള്ളൊരു കോച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നിഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കോച്ചിനെ പുറത്താക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരു സീസണും കൂടി കൊടുക്കാമായിരുന്നു എന്ന് തന്നെയാണ് എന്നെപ്പോലുള്ള എല്ലാ ആരാധകരുടെയും ഒരു ഓപ്ഷൻ. കാരണം പരിക്കുകൾ തന്നെയാണ് കഴിഞ്ഞ 3 സീസണുകൾ, അല്ലെങ്കിൽ ഒരു സീസണെങ്കിലും നമുക്ക് കപ്പ് ഇടാൻ പറ്റുന്നതായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കുറേ പ്രശ്നങ്ങൾ, നല്ല താരങ്ങളെ നിലനിർത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. എന്തായാലും SD പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ സീസണിലും ഓരോ കോച്ചിനെ മാറ്റി പരീക്ഷിക്കുന്നതിനിടയിൽ ഈ SD ഉണ്ടായതുകൊണ്ട് ഒരു 3 സീസണിൽ ഒരു കോച്ചിനെ കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് കാണാം. നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ നമ്മൾ കോച്ചിന് 1 വർഷം കൂടെ കൊടുത്തായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ 3 സീസൺ കളിച്ചു. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലൗവ്, പിന്നെ സീസണിൽ ഏറ്റവും കൂടുതൽ വിന്ന്, സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്, ഇതെല്ലാം ഇവാൻ്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 1 സീസണോട് കൊടുത്തായിരുന്നേ ചിലപ്പോൾ സക്സസ് ആയതിനേന്ന് ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാ ഫാൻസും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കുറേ ഫാൻസ് അപ്പോഴും ഉയർത്തുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എല്ലാ ടീമിനും മനസ്സിലായി. അതാണ് ഈ സീസൺ ഇങ്ങനെ ആകാനൊരു കാരണം. ഇഞ്ചുറീസ് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സെർജിയോ ലോബേറ, നമ്മുടെ മണാലോ മാർക്കസ് ഇപ്പം എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് സെമി കയറുന്നുണ്ട്, നമ്മളെ പോലെ ഒരു കപ്പും നേടി. അതുപോലെ തന്നെ നമ്മുടെ ഹബ്ബാസ്, ഇവരൊക്കെ വർഷങ്ങളായിട്ട് ISL കളിച്ചിട്ടും സക്സസീവാണ്. അങ്ങനെ ഒരു കോച്ചിൻ്റെ അല്ലെങ്കിൽ അത്ര ഒരു ലെവലിലേക്ക് നമ്മുടെ ഇവാൻ ഇല്ലേ? ഇവാൻ അങ്ങനെ കഴിവില്ലാത്തതുകൊണ്ടാണോ അതോ നമ്മൾ ചുമ്മാ ആലോചിച്ച് കൂട്ടുന്നതാണോ ഓക്കെ ഇവാൻ അടുത്ത വർഷം നിന്നാലും ഒന്നും കാണിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കിയേനെ? അതിനെപ്പറ്റി അഭിപ്രായം എന്താണ്? എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഇവാൻ ഒരു അടുത്ത സീസൺ പാടെ ഒരു ചാൻസ് കൊടുക്കണമായിരുന്നു. കാരണം ഇവാനെപ്പോലെ ഒരു ബെറ്റർ കോച്ചിനെ ഇനി ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമോ എന്നത് തന്നെ ഒരു ചോദിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവാനെ പുറത്താക്കണം, ഇവാന് 3 സീസണായിട്ട് ഒറ്റ കിരീടം പോലും ലീഗ് ഷീൽഡ് ഒന്നും സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവാന് മറ്റ് ടീമുകളെ പോലെ ഇപ്പോൾ ലൊബേറ, മനോലൊക്കെ കിട്ടുന്ന പോലെ നല്ലൊരു ബെറ്റർ സ്കോഡ് ഇപ്പോൾ ഇവാനില്ല. ഇപ്പോൾ ലൊബേറേനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ലൊബേറയും പോലെ ഒരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ ലൊബേറയ്ക്ക് ആവശ്യമുള്ളൊരു സ്കോഡ് വേണം. ഇവാൻ അങ്ങനെ ഒരു സ്കോഡ് ഇല്ല. നമുക്ക് ഈ സീസണിൽ തന്നെ എടുത്ത് നോക്കിയാൽ എല്ലാ പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തി. അങ്ങനെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ് ഇവാന്. ഒരു സീസണും പാടെ ഇവാന് കൊടുത്തിരുന്നെങ്കിൽ, അതുപോലെ തന്നെ മികച്ച സൈനിങ്ങുകൾ നടത്തിയിട്ട് ഇവാനെ ഒരു സീസണും പാടെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു തീരുമാനം ബ്ലാസ്റ്റേഴ്സിൻ്റേത് അതായിരുന്നു എന്താണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചോദിച്ചോട്ടെ, നമുക്കറിയാം നമ്മുടെ കുറേ ഫാൻസ് പറയുന്നുണ്ട് ഇഞ്ചുറി മാത്രം നമുക്ക് ഇപ്പം ഒരു റീസൺ പറയുന്ന പോലെ ഇഞ്ചുറി എന്നാ പറഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് റീസൺ ഉണ്ടല്ലോ, ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. നമുക്കറിയാം ഏകദേശം 18ഓളം ഇഞ്ചുറി വന്നു. നമ്മൾ ഫസ്റ്റ് മത്സരം ബംഗളൂരുനെതിരെ കളിച്ചപ്പോഴും ലാസ്റ്റ് മത്സരം നമ്മുടെ ഒഡീഷയ്ക്കെതിരെ കളിച്ചപ്പോഴും സ്ക്വാഡ് നോക്കി അറിയാം എന്തുമാത്രം ചേഞ്ചസ് സ്റ്റാർട്ടിൽ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. സോ ഇഞ്ചുറി റീസൺ തന്നെയല്ലേ നമുക്ക്. ഇപ്പം നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് ലൂണ പോയി,
അല്ലെങ്കിൽ പെപ്പർ, ഇവരൊക്കെ മെയിനായിട്ട് നമ്മൾ ഓക്കെ നമ്മുടെ ഗെയിം പ്ലാനിൽ ഇവർക്കാണ് ഇമ്പോർട്ടൻസ് ഒരു സൈൻ ചെയ്ത പ്ലേയേഴ്സാണ്. സോ ഇവരാരും ഇല്ലാതെ നമ്മൾ പകുതിക്ക് വെച്ച് ഫെഡോറിനെ കൊടുത്തു. ഫെഡോറിൻ്റെ സൈനിങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ചോദ്യം വന്നിട്ടുണ്ട്. കാരണം ISL എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അല്ലായിരുന്നോ ആ സമയത്ത് വേണ്ടത് ഒരു മിഡ് സീസണിൽ കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? അങ്ങനെ ലിത്വാനിയൻ ക്യാപ്റ്റൻ എന്നൊക്കെ ഒരു പോയിന്റാണ്. കരോളിസ് ലിത്വാനിയനിലെ, സോ ആ ഒരു ഫേവർ പിടിച്ച് കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടൊക്കെ വന്നാൽ. സോ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, അപ്പം ഇപ്പം ഇഞ്ചുറി എന്നുള്ളത് ഒരു റീസൺ തന്നെയല്ലേ? ഇപ്പം ഇവാന് എന്നൊക്കെ പറഞ്ഞാലും ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് കളിച്ച് അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഡിസംബർ കഴിഞ്ഞിട്ട് ഒറ്റ വിന്നേ ഉള്ളൂ നമുക്ക്. എന്നിട്ട് നമ്മൾ പിന്നെ വരുന്നത് ഇവർക്കെതിരെയാണ്, ഒഡീഷയ്ക്കെതിരെ സെമി കളിച്ച് പോയി. ബട്ട് ഇഞ്ചുറി ഒരു റീസൺ തന്നെയല്ലേ? ഇഞ്ചുറി ശരിക്കും പറഞ്ഞാൽ റീസൺ ആണോ എന്ന് വെച്ചാൽ അത് മാത്രമാണ് റീസൺ. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ സീസൺ, ഈ സീസൺ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലാതെ തന്നെ വേറൊരു ടീമിൻ്റെ, പ്രത്യേകിച്ച് ഗോവനെ പോലത്തെ ഒരു ടീമിൻ്റെ ഒക്കെ അവരൊക്കെ എത്ര ഫ്ലോയിലാണ് ആ ഒരു റണ്ണ് കീപ്പ് ചെയ്തുകൊണ്ടത്. അവർ പ്രധാനമായിട്ട് രണ്ട് താരങ്ങളുടെ പരിക്കാണ്. ഒന്ന് ജിങ്കൻ, വിക്ടർ റോഡ്രിഗസ്, രണ്ട് പ്ലേയേഴ്സിൻ്റെ ഇതുകൊണ്ട് തന്നെ അവരുടെ ബാഡ് റണ്ണ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ പരിക്കിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോട്ടൽ നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ പരിക്കാണ്. നമ്മളെ സൊത്തീരിയോയിൽ തുടങ്ങിയ പരിക്ക് 18ഓളം പ്ലേയേഴ്സിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതത് ഒരു സ്ക്വാഡിലുള്ള പ്ലേയേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 to 30 പ്ലേയേഴ്സാണ്. ആ 30 പ്ലേയേഴ്സിൽ 18 പ്ലേയേഴ്സും പോയി കഴിഞ്ഞാൽ അതും മെയിൻ 11-ലെ ലൂണ, അതും മെയിൻ 11-ലെ ഏകദേശം എനിക്ക് തോന്നുന്നു 3/4 പ്ലേയേഴ്സും മെയിൻ 11-ലെ പ്ലേയേഴ്സാണ്. പിന്നെ എവിടെയാണ് കോച്ച്? ഒരു കോച്ചിന് ഒരു പരിമിതികളുണ്ട്. കോച്ച് സൂപ്പർ ഹ്യൂമൻ ഒന്നല്ലല്ലോ, സാധാരണ മനുഷ്യനാണ്. ടാക്ടിക്സിലും കാര്യങ്ങളൊക്കെയാണ് കോച്ച് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ കോച്ചിന് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോച്ചിനെ പറ്റുന്ന പോലെയൊക്കെ കോച്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ യങ് പ്ലേയേഴ്സ് ഇവരുടെ ഒരു എന്താ പറയുക അസാന്നിധ്യത്തിൽ നല്ല രീതിയിൽ മുന്നിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ചെയ്തു, ക്വാളിഫൈ ചെയ്തു. പക്ഷേ ഇനിയൊരു സീസൺ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഫുൾ സ്ട്രെങ്ത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഷീൽഡും കപ്പൊക്കെ എനിക്കൊന്ന് 99% അടിക്കാൻ ചാൻസ് കൂടുതലാണ്. എടാ നമുക്കറിയാം നമ്മുടെ ഈ സീസൺ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഫേവറായിട്ടുള്ള കുറേ പ്ലേയേഴ്സിനെ നമ്മളങ്ങ് പറഞ്ഞു വിടും. എന്നുവെച്ചാൽ നമ്മളെല്ലാ സീസണും കാണുന്നത് ഇപ്പോൾ അൽവാറോ ഡേയ്സ് ഇതൊക്കെ എക്സാമ്പിളാണ്. സോ നമ്മൾ ഈ സീസണിലേക്ക് വരുമ്പോൾ കുറേ റൂമർ കേൾക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ലൂണെ നമ്മൾ പറഞ്ഞു വിടുന്നു കേൾക്കുന്നു, ഡിമിക്ക് വേണ്ടി മുംബൈ സിറ്റി മോഹൻ ബഗാനൊക്കെ പുറകെ ഉണ്ടെന്ന് കേൾക്കുന്നു, ജിക്സൺ സിംഗ് പോകുന്നു കേൾക്കുന്നു, രാഹുൽ KP പോകുന്നു കേൾക്കുന്നു. സോ നമ്മളിപ്പം നമ്മുടെ SD പറയാറുണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ കീ പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലബിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്ലേയേഴ്സിനെ പറഞ്ഞു വിട്ടിട്ട് വേറെ പ്ലേയേഴ്സ് റിക്രൂട്ട് ചെയ്താൽ ഈ ലോങ് ടേം എങ്ങനെ വർക്കാകുന്നത്? നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടീം വെച്ച് പോയാലേ ഈ ലോങ് ടേം എന്നൊരു പ്ലാൻ വർക്കാവുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് പണം തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിളാണ് സഹൽ അബ്ദുൽ സമദ്. ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ കരാർ കൊടുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ്. പോസ്റ്റർ ബോയൊക്കെ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് താരമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് എന്താ ചെയ്തത്? സഹലിനെ മോഹൻ ബഗാനിലേക്ക് കൊടുത്ത് പ്രീതത്തെ വാങ്ങി. അതിപ്പോൾ നമുക്ക് ഈ സീസൺ അവസാനിച്ച് നമുക്കത് കണ്ടാൽ മനസ്സിലാകും. ഇപ്പോൾ പ്രീതത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കണം. അത് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ളൊരു ട്രാൻസ്ഫർ ആണെന്ന് നമുക്ക് വിലയിരുത്താം. സഹലാണെങ്കിലും മോഹൻ ബഗാനിൽ തകർത്ത് കളിച്ചു ഈ സീസണിൽ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇന്ത്യൻ താരങ്ങളെ നല്ല മികച്ച രീതിയിൽ കളിക്കുന്ന, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിട്ട് പോലും ബ്ലാസ്റ്റേഴ്സ് അവരെ കളഞ്ഞ് പണം കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ വരുന്നുണ്ട്, ജീക്സൺ പോകും, അതേപോലെ തന്നെ രാഹുൽ KP ഇപ്പോൾ കരാർ പുതുക്കുന്നില്ല എന്നുള്ള ന്യൂസുകൾ കൺഫേം അല്ല, എന്നാൽ പോലും അങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താകുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഫോർ എക്സാമ്പിൾ സഹൽ അതിനൊരു ബെറ്റർ ഉദാഹരണമാണ്. പ്രീതത്തെ കൊണ്ടുവന്നപ്പോൾ പ്രീതം ഫ്ലോപ്പായി തന്നെ നമുക്ക് പറയാം. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ വേണ്ടത്ര രീതിയിൽ സഹലിനെ കൊടുത്ത് പ്രീതം അത്രക്കൊരു ഇമ്പോർട്ടൻ്റ് ആയി നല്ല രീതിയിൽ കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമുക്കറിയാം നമ്മുടെ മോഹൻ ബഗാനില്ലേ, മോഹൻ ബഗാൻ്റെ കോച്ച് നമുക്ക് ഈ സീസൺ തുടങ്ങി പറയാം യുവാൻ ഫെറാൻഡോ ആയിരുന്നു. അദ്ദേഹം പോയപ്പം എന്ന് വെച്ചാൽ അദ്ദേഹം തൊട്ട് പോകുന്ന മുമ്പ് ക്ലബ്ബ് ഒന്ന് ഷെയ്ക്കായിരുന്നു. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വിൻ ചെയ്ത് വന്ന ടീമിന് പെട്ടെന്ന് ഒരു ഷെയ്ക്ക് വന്നു. അബ്ബാസ് കൊണ്ട് ഇപ്പം നമുക്കറിയാം ഷീൽഡ് നേടി ഫൈനലിൽ തോറ്റുപോയി. അതുപോലെ മുംബൈ സിറ്റി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഡെസ് ബുക്കിംഗ്ഹാം കോച്ച് പോയി, അവരുടെ സ്റ്റുവർട്ട് പോയി, ഇഞ്ചുറീസ്, അവരുടെ ഐക്കർ ഗിയാറോച്ചാനെ കൊണ്ടുവന്ന് അവർക്ക് ഇഞ്ചുറി പറ്റി. പിന്നെ ഡോമിനേറ്റ് കളിച്ച ഇന്ത്യൻ പ്ലേയേഴ്സാണ്. അവരുടെ ഗോൾ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 50% കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിനാണ്. സോ അവർക്ക് ഇത്രയും ചേഞ്ചസ് എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ ISL ഒരു ലീഗിൽ ഇത്രയും ഷോർട്ട് ടൈം ഇഞ്ചുറീസ്, ട്രാൻസ്ഫേഴ്സ് എല്ലാം നടന്നിട്ടും അവർ രണ്ടുപേരും വലിയിട്ട് ബാധിച്ചില്ല. അതേസമയം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇഞ്ചുറി 2 ട്രാൻസ്ഫറുകൾ നടന്നാൽ ക്ലബിന് മൊത്തത്തിൽ ഷെയ്ക്കായി ബാധിക്കുക. അതിൻ്റെ ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പോൾ ഈ ചോദ്യത്തിൽ
വളരെ വ്യക്തമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ക്ലിയർ ചെയ്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം മോഹൻ ബഗാനും മുംബൈ സിറ്റി FC എന്ന 2 ടീമുകൾ ഈ സീസണിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിലുള്ള 1-2 സ്ഥാനത്തുള്ള ടീമുകളാണ്. അതുപോലെ തന്നെ അവർ ഫൈനലിസ്റ്റുകളാണ്. അവർ ഈ സീസണിൽ അവരുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ സിറ്റിക്കാണെങ്കിൽ കപ്പ് കിട്ടി, ടിക്ക് മോഹൻ ബഗാനാണെങ്കിൽ ഷീൽഡും കിട്ടി. അപ്പോൾ അവരുടെ ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആ 2 ടീമുകളുടെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ അതിന് ബാക്കപ്പ് അവർ കൊണ്ടുവരുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ അവർ ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ബെഞ്ച് സ്ട്രെങ്ത് അപാരമാണ്. ബ്ലാസ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വട്ടപൂജ്യമാണ്. അവർ ഉള്ള പ്ലെയേഴ്സിനെ വിറ്റ് വിലക്കാൻ കളിക്കുമ്പോൾ ഇവർ ഒരു പ്ലെയേഴ്സ് പോയാലും അതിനെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൊരു ഐഡിയ അവർക്കുണ്ട്. ആ കോച്ച് വരെ പോയിട്ട് അവരത് റീപ്ലേസ് ചെയ്ത് വന്ന കോച്ചും അതിനേക്കാൾ പുള്ളി കോച്ചാണ്. അതായത് അവർക്ക് എത്ര വലിയ പ്ലെയേഴ്സ് പോയി കഴിഞ്ഞാലും അത് അവർ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ്, അതിനേക്കാൾ ബെറ്റർ റീപ്ലേസ്മെൻറ്റ് അവർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. അവൈലബിൾ ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു, എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ടും മെയിനായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പൈസ മുടക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ നമ്മുടെ മാനേജ്മെൻറ്റ്, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചീപ്പ് റേറ്റിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, കൺവിൻസ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇത് ഒരു പകല് പോലെ സത്യമുള്ള കാര്യങ്ങളാണ്, കുറേ ഉള്ളിൽ വന്ന കാര്യങ്ങളാണ്. എന്തായത് ചില പ്ലെയേഴ്സിനെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആരാധകർ ഭയങ്കര ആരാധകർ സപ്പോർട്ടാണ്, ഭയങ്കര വൈബാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട്. ചീപ്പ് റേറ്റിന് കൺവിൻസിങ്ങിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഒരിക്കലും കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യുന്നതില്ല. ചില പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ലൂണനെ പോലത്തെ പ്ലെയേഴ്സിനൊക്കെ, അല്ലാതെ മോസ്റ്റ് ഓഫ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൺവിൻസിങ്ങിലാണ് അവർ. കൂടുതൽ പേയ്മെൻറ്റ് എപ്പോഴാണോ നമ്മൾ ഇനി ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു മുംബൈ മോഹൻ ബഗാനെ പോലത്തെ പ്ലെയേഴ്സിനെ നമുക്കൊണ്ട് ആ ഒരു ലെവൽ നമുക്ക് എത്താൻ പറ്റും. മോഹൻ ബഗാനൊക്കെ പൈസ എറിയാൻ തയ്യാറാണ്. ഇപ്പം മുംബൈയിൽ ഇപ്പം മോഹൻ ബഗാനാണെങ്കിൽ ഇപ്പോൾ മുംബൈയിൽ ഒരു പ്ലെയറിനെ വേണമെങ്കിൽ അവിടെ മുംബൈയിൽ ഇപ്പോൾ ഒരു 4-5 വർഷം കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലും ആ 5 വർഷത്തെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ആ പ്ലെയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊണ്ടുവരാൻ അവർ തയ്യാറാണ്. കാരണം അവർ നീഡഡാണ്, അത് മച്ച് നീഡഡാണ്. സോ അവരത് തയ്യാറാവുന്നു. ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നില്ല. സോ കമ്പാരിറ്റീവ്ലി ഇതന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ വിഷയങ്ങൾ തന്നെയാണ്. പൈസ മുടക്കിയാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഫാക്റ്റ്.